നമസ്കാരം. മലയാള സിനിമയിലെ ദശാവതാരങ്ങൾ, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി കണ്ടെത്തിയ കൂട്ടക്കുഴപ്പങ്ങളെ തുടർന്ന് കമ്മിറ്റിയും പിരിച്ചുവിട്ട് സംഘടനാ പ്രസിഡന്റ് മോഹൻലാൽ സ്വയം സ്ഥാനമൊഴിഞ്ഞു. സംഘടനാ ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികൾക്കെതിരായി ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ ആരോപണം വന്നാൽ രാജിവെക്കുകയല്ലാതെ മറ്റെന്താണ് പോംവഴി? തുറന്നു കിടക്കുന്ന പിന്നിലെ വാതിൽ വഴി രക്ഷപ്പെടുക തന്നെ. തെറ്റു പറയരുതല്ലോ. വിമർശിച്ചവർക്കും തിരുത്തിയവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ. ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ. മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു. സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ലൈംഗിക അതിക്രമ വെളിപ്പെടുത്തലുകളിൽ ഉലഞ്ഞ അമ്മയിൽ കൂട്ടരാജി. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മോഹൻലാൽ. ഭരണസമിതി പിരിച്ചുവിട്ടു. ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക്. ധാരാവിയിലെ ഒരു ശരി ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് അതൊരിടത്തിയേട്ടായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. എല്ലാവരും കൂടി രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളിൽ? മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കും മുമ്പ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നതല്ലാതെ അമ്മ അധ്യക്ഷൻ കമാന്നൊരക്ഷരം മിണ്ടിയിരുന്നില്ല. ലാലേട്ടൻ മാത്രമല്ല, മറ്റ് സൂപ്പർ താരങ്ങൾക്കും ഇതുവരെ മിണ്ടാട്ടമില്ലായിരുന്നു. ഇനി എങ്ങാനും ഇവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയതാവുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രതികരണശേഷി ഒരുപക്ഷെ നഷ്ടപ്പെട്ടതായിരിക്കാം. കൂട്ടരാജിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മാറ്റുക. സിനിമയിലെ പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി പരിശോധിച്ചതെങ്കിലും നാട്ടുകാരും മാധ്യമങ്ങളും നെഞ്ചത്ത് കയറുന്നത് അമ്മയ്ക്ക് നേരെ മാത്രമാണ്. ഇക്കാര്യത്തിൽ അമ്മ വൈകിയതെന്തേ എന്നാണ് ചോദിക്കുന്നത്. സിദ്ദിഖും കൂട്ടരും ഇതിന് മറുപടി പറയാൻ വന്നതോടെ പിന്നീടുള്ള ചോദ്യങ്ങൾ മുഴുവൻ അമ്മയോടായി എന്ന് മാത്രം. കമ്മിറ്റിയുടെ രാജി എന്ന തീരുമാനത്തിലേക്ക് വന്നത് ഒരു തരത്തിൽ ഒളിച്ചോട്ടമല്ലേ? ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒളിച്ചോട്ടമാണെന്ന് പറയാനും ഉത്തരം മുട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്, കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ, എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. ഉത്തരം മുട്ടുന്നതാണെന്ന് ചില സമയത്ത് ചില ആൾക്കാരത് കൊഞ്ഞനം കുത്തും. ഉത്തരം മുട്ടുമ്പോൾ ചിലർ മിണ്ടാതിരിക്കും. മൗനം വിദ്വാന് ഭൂഷണം, അങ്ങനെയുണ്ടല്ലോ. നിന്റെ നാക്ക് നല്ലതാണോ? ശരിയാ. കാര്യം ഒരാൾക്കെതിരെ ആരോപണം വരുന്നു, അത് കഴിയുമ്പോൾ തൊട്ടടുത്ത ഒരു ആരോപണം വരുന്നു. ഇങ്ങനെ ആരോപണം വന്ന് എല്ലാവരെയും വെളിയിൽ പോകേണ്ടി വരുമോ എന്നുള്ള തോന്നലിൽ നിന്നാണോ ഇത് വന്നത്? അതോ ഇനി ആരോപണം വരുന്നവർക്ക് ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണോന്നറിയില്ല. പ്രത്യക്ഷത്തിൽ ഇതൊരു 500 മീറ്റർ റിലേ ആണെന്ന് തോന്നുമെങ്കിലും സംഗതി അതല്ല. ഇവന്മാർ ഓരോ അടിപിടി കേസുകൾ ഉണ്ടാക്കിയിട്ട് പോലീസിന്റെ മുമ്പിൽ ചെന്ന് ചാടും. ഈ പിള്ളാര് സെറ്റിന്റെ തല ഞാനാണെന്ന് പറഞ്ഞ് പിന്നെ പോലീസ് എൻ്റെ അടുത്ത് വരും. എന്ത് ചെയ്യാനാ, നമ്മുടെ പിള്ളേരായി പോയില്ലേ. ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ ഒരുപാട് ചർച്ചകൾ വരും അല്ലേ. നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി എൻ്റെ അഭിപ്രായമായിരിക്കില്ല വേറൊരാളുടെ അഭിപ്രായമായിരിക്കില്ല എനിക്ക്. അപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകൾ കൃത്യമായിട്ട് അതിൽ സംസാരിക്കുകയും നമ്മൾ എല്ലാവരും സംസാരിക്കുകയും അതിലൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് നമ്മളൊരു മെജോറിറ്റി എത്തുകയും ആ തീരുമാനത്തിൻ്റെ കൂടാണ് നമ്മളെല്ലാവരും നിന്നിട്ടുള്ളത്. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ?
തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ്, ഒരു സംശയം വേണ്ട. അതിന്റെ കാറ്റ് പോയി. മോഹൻലാൽ വരുമോ എന്നായിരുന്നു എല്ലാവർക്കും സംശയമുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് 5-6 പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. ഒടുവിൽ മോഹൻലാൽ എത്തി ക്രൂരന്മാരായ മാധ്യമ വിചാരണക്കാരെ അഭിമുഖീകരിക്കുകയും ചെയ്തു. ലാലേട്ടൻ വന്ന സ്ഥിതിക്ക് മമ്മൂക്ക വരുമോ, വല്ലതും പറയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി, ഞങ്ങൾ എല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത്? നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. ദയവ് ചെയ്ത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരോപണങ്ങളുടെ പെരുമഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും. അതിൽ പലതും ഗൗരവ സ്വഭാവമുള്ളതും. മുകേഷ് കലണ്ടർ എന്ന സിനിമയിലാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഇൻട്രസ്റ്റ് ഉണ്ടെന്ന കാര്യം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കോ, ഒന്നോ രണ്ടോ അടിച്ചോ, പക്ഷേ അതിനുശേഷം അമ്മയിൽ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചായിരുന്നു 6 സിനിമയിൽ അഭിനയിച്ചപ്പം. അപ്പം പുള്ളിക്കാരൻ ഈ ഇൻട്രസ്റ്റ് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കായിരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, നീ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ വളരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോൾ ആരെങ്കിലും കൈവച്ച് കാണും. ടാർഗറ്റ് തന്നെ ഇത് എന്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. അതിനുശേഷം പുള്ളിക്കാരനെ നാടകമേ ഉലകം എന്ന സിനിമയിൽ വെച്ച് പുള്ളിനെ ഞാൻ സെറ്റിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ ഹോട്ടലിലെ റൂമിലെ സ്റ്റെപ്പിലൂടെ ഞാൻ കയറുകയും പുള്ളിക്കാരൻ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ എന്താ എന്നെ കണ്ടിങ്ങനെ മാറിപ്പോണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതും എന്നോടൊന്നും സംസാരിച്ചത് ഇത്ര ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഓടി കയറിപ്പോയി. അപ്പോൾ പുറകെ എൻ്റെ കൂടെ റൂമിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചത് എന്താ ലോഗ്യം കൂടെ കോംപ്രമൈസ് ആകുന്ന രീതി സംസാരമായിരുന്നു പുള്ളിക്കാരൻ്റെ. അവിടെ വെച്ചും പുള്ളിക്കാരൻ എന്നെ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്തു. ജനപ്രതിനിധി കൂടിയായ മുകേഷിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അദ്ദേഹം കൊല്ലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA കൂടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ ഒന്നോളാം. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്ത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അയാൾ ഇപ്പോൾ രാജിവെച്ചു, പോയി പിടിക്കപ്പെട്ടു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് 3 നേതാക്കന്മാർ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ? മുകേഷിനെതിരെ വന്ന ആരോപണങ്ങളെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. സമാന സാഹചര്യങ്ങളിൽ CPM-ഉം ഭരണപക്ഷ MLA-മാരുടെ രാജി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം MLA-ക്ക് ധാർമ്മികത എന്നൊന്നും ആവശ്യമില്ല എന്നാണ് അവരുടെ പാർട്ടിയുടെ നിലപാട്. അതെ, ഞാൻ 2 എണ്ണമല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. എനിക്ക് എന്തായാലും 1 എണ്ണം മതി. എത്ര പരാതികൾ ഇതുവരെ 3 എണ്ണം വന്നു മുകേഷിനെതിരെ. ഇനി വരാനുണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞാൽ പോരെ? സാഹചര്യത്തിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇനി വരാമോ എന്നുള്ള കാര്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
ഒരക്ഷരം പോലും തെറ്റിയില്ല. മുകേഷ് MLA രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും ആവശ്യമെന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? കളിക്കളം ഇത് കളിക്കളം, പടക്കളം ഒരു പടക്കളം. പടനിലങ്ങളിലാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാടുമാൻ ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്താഹം. ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന നാണക്കേട് തന്നെ ധാരാളമുണ്ട്. അതിനിടയ്ക്ക് സിനിമാക്കാർ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? 2008, 2009 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു എനിക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യത്തെ ദുരനുഭവം ഉണ്ടായത്. അവിടെ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു. അത് ജയസൂര്യയിൽ നിന്നാണ് എനിക്ക് ആ ദുരനുഭവം ഉണ്ടായത്. ഞാൻ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ അദ്ദേഹം പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തത് എനിക്ക് വളരെ വിഷമമുണ്ടായ സംഭവം. ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ സാരി ഇങ്ങനെ ഞൊറച്ചിലിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പം ആരുമില്ല അവിടെ. പെട്ടെന്ന് ഒരാൾ പുറകെ വന്നതിന് പെട്ടെന്ന് കെട്ടിപ്പിടി നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ. തിരിഞ്ഞു നോക്കുന്നെങ്കിൽ പെട്ടെന്ന് ലിപ്സിൽ ഇങ്ങനെ ബലമായിട്ട് കിസ് ചെയ്തു. ഇവിടെ ഇവിടെ എന്നാണ് പെട്ടെന്ന് ഞാൻ ഓടിപ്പോയത്. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 4 വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ഷോക്കായി പോകും. അതായിട്ട് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ഞങ്ങളായപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. ജഗതി ചേട്ടനുമായിട്ട് ഞാൻ നല്ല ഹി വാസ് വെരി ഡീസെൻറ്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊന്ന് പോയി പറയാം. നമ്മൾ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്ന് കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ സമാധാനം തരികയല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് സമാധാനം തരൂലെന്താ? പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. അമ്പ് കൊള്ളാത്തവരില്ല രിപുക്കളിൽ നാട്ടിൽ എന്ന അവസ്ഥയിലാണ് ദിനംപ്രതി ആരോപണങ്ങൾ ഉയരുന്നത്. ആർക്കെതിരെ എത്ര പരാതി എന്ന നിശ്ചയം പോലുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫാണല്ലോ. മനയം രാജു വെർബലായിട്ട് കലണ്ടറിൻ്റെ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അവിടെ വെച്ച് പുള്ളിക്കാരൻ്റെ എന്നോട് താല്പര്യങ്ങൾ പറയും, വളരെ അസഭ്യമായിട്ടൊക്കെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്കൊരു ടച്ച്, ഒരേ ഒരു ടച്ച്, മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്ത് വരും. ഡാത്തടിയ എന്ന സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ റൂമിൽ വരും എന്ന് പറയുകയും റൂം തുറന്നിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് റൂം തട്ടി. വേറൊരു ടച്ചിങ്, അത്രേ ഉള്ളൂ. പാവം സാറിന് മനോരോഗ, തലമുടിയില്ലെങ്കിലും ഒരു ടച്ച്, അത്രേ ഉള്ളൂ അല്ലേ? ഇതൊന്നും സഹകരിക്കാത്തതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ലൊക്കേഷൻ ചെന്നപ്പോൾ അവിടെ വെച്ച് എന്നോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഈ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോൾ കൂടെ അഭിനയിച്ച ഗായത്രി ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ ഞാൻ ഗായത്രിയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അസൂയ, ഞാൻ ഒരു നായരായി പോയില്ലേ? ഒരു നായർക്ക് വേറെ നായർ നന്നാവുന്ന കണ്ടാ സഹിക്കോ? ക്ലിയർ ആയിട്ടൊരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ലേ? അയ്യോ ഇല്ല. ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു. ഇനി ചീത്തപ്പേരെയൊക്കെ ഞാൻ തയ്യാറല്ല. സ്വരം എന്തായിരിക്കും നമുക്ക് പിരിയാം.